നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ലോകം കൊറോണ വൈറസിൽ ഉഴലുമ്പോഴും ഭൂമിക്ക് ആശ്വാസം പകരാൻ മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് ദുബായ്. ആഗോളതാപനത്തിൽ ചുട്ടുപൊള്ളുന്ന ഭൂമിക്ക് ആശ്വാസമേകാൻ ഇന്ന് ഭൗമ മണിക്കൂർ ആചരിക്കാനൊരുങ്ങുകയാണ് ദുബായ്. അത്യാവശ്യമില്ലാത്ത വെളിച്ച സംവിധാനങ്ങളും വൈദ്യുതോപകരണങ്ങളും ഇന്ന് രാത്രി 8:30 മുതൽ 9:30 വരെ സ്വിച്ച് ഓഫ് ചെയ്ത് രാജ്യാന്തര കർമ്മ പരിപാടിക്ക് UAE ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. പൊതു സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളും ദൗത്യവുമായി സഹകരിക്കണമെന്ന് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അഭ്യർത്ഥിക്കുകയുണ്ടായി. ദീവ വെബ്സൈറ്റിൽ രജിസ്റ്റർ ഇതിനോടകം തന്നെ ചെയ്യാവുന്നതുമാണ്. സൈറ്റ് www.earthour.ae. എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്. ഭൗമമണിക്കൂർ ആചരണത്തിൽ അറബ് മേഖലയിൽ നിന്ന് പങ്കെടുത്ത ആദ്യ രാജ്യമാണ് UAE. 2008 ഇതിന് തുടക്കമിട്ടതിനു ശേഷം ഓരോ വർഷവും പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിയിരുന്നു. കഴിഞ്ഞ വർഷം ദീവയ്ക്ക് 267 മെഗാവാട്ട് വൈദ്യുതി ലാഭിക്കാനും 114 ടൺ കാർബൺ മലിനീകരണം ഇല്ലാതാക്കാനും ഭൗമ മണിക്കൂർ വഴി സാധിച്ചുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഈ നിർണായക നീക്കത്തോടൊപ്പം തന്നെ ഭൂമിക്കായി വെളിച്ചം കുറയ്ക്കുന്നുവെങ്കിൽ കരുതലിന്റെ ഭാഗമായി വെളിച്ചം പകരുകയും ചെയ്തിരിക്കുകയാണ് ദുബായ്. ആരോഗ്യ പ്രവർത്തകരെ അനുമോദിക്കാൻ ദുബായിലും ഷാർജയിലും പ്രവാസികളുടെ കയ്യടികളും വെളിച്ചം വിതറലും നടന്നു. വ്യാഴം വൈകിട്ടാണ് UAEയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നന്ദി അറിയിച്ച് ഇന്ത്യക്കാരടക്കമുള്ള വിദേശികൾ രാത്രി 8-ന് മൊബൈൽ ഫോണുകളിൽ ഒന്നിച്ച് വെളിച്ചം തൂകിയും പാത്രത്തിൽ തട്ടി ഒച്ചയുണ്ടാക്കിയതും. ദുബായ്, ഷാർജ, അൽ നഹ്ദ ഏരിയയിലെ ബഹുനില കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരാണ് ആരുടെയും ആഹ്വാനം കൂടാതെയുള്ള നന്ദി പ്രകടനം നടത്തിയതെന്നാണ് ദുബായ് അധികൃതർ അറിയിച്ചത്. ഇതിനിടെ ഒരു കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ ചെറിയ രീതിയിലുള്ള സംഗീത പരിപാടിയും അരങ്ങേറിയിരുന്നു. ഈ പ്രദേശങ്ങളിൽ മലയാളികളാണ് കൂടുതൽ താമസിച്ചു പോന്നിരുന്നത്. COVID-19 പ്രതിരോധ രംഗത്ത് രാപ്പകൽ ഭേദമന്യേ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഇത്തരം പരിപാടിക്ക് തുടക്കം കുറിച്ചതെങ്കിലും ഇപ്പോൾ ഇത് ലോകമൊട്ടുകയും ഇപ്പോൾ ഇന്ത്യയിൽ പോലും ആവർത്തിച്ചു പോരുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.